മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ നിലപാടെന്നും പുതിയ ഡാം നിർമ്മിക്കുക മാത്രമാണ് ശാശ്വത പരിഹാരമെന്നും സുപ്രീംകോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പോലും ഇതുവരെ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തോട് കേരളത്തിന്റെ പരിപൂർണ്ണ വിയോജിപ്പാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് ബജറ്റ് പ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി വളരെ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശം നേരത്തെ ഉള്ളതാണ്. തമിഴ്നാട് ഇതുവരെ അത് ചെയ്തിട്ടില്ല. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇക്കാര്യത്തിലും നടപടികൾ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 130-ലധികം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കവും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഒക്കെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് പോകുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും അവകാശമില്ല. സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തോട് പരിപൂർണമായും വിയോജിപ്പ് കേരളം രേഖപ്പെടുത്തുകയാണ്. മുല്ലപ്പെരിയാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിലപാട് കേരള ജനതയുടെ സുരക്ഷയെ കരുതി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നത് തന്നെയാണ് കേരളത്തിന്റെ നിലപാട്. തമിഴ്നാട് സർക്കാരുമായി കൂടിയാലോചന നടത്താനും അഭിപ്രായ സമന്വയത്തോടെ പ്രശ്നം പരിഹരിക്കാനുമുള്ള പരിശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ തുടരുമെന്നും വരും ദിവസങ്ങളിൽ സർക്കാർ തലത്തിൽ തുടർ നടപടികൾ കൂടുതൽ ക്രമീകരിക്കുമെന്നും കേരളത്തിന്റെ ഔദ്യോഗികമായ വിയോജിപ്പ് തമിഴ്നാട് സർക്കാരിനെ ഉടൻ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട ഇൻഡിപെൻഡന്റ് എക്സ്പെർട്ട് പാനലിലേക്ക് കേരളത്തോട് ആലോചിക്കാതെ പ്രതിനിധിയെ വെച്ചതിൽ നേരത്തെ കേന്ദ്ര ജല കമ്മീഷനെ വിയോജിപ്പ് അറിയിച്ചിരുന്നുവെന്നും കേന്ദ്രം അത് പരിഗണിക്കുകയും കേരളത്തിന് പുതിയ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ അവസരം നൽകുകയും ചെയ്തുവെന്നും മുൻപ് ഒഡീഷ സർക്കാരിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ചീഫ് എഞ്ചിനീയറായും പ്രവർത്തിച്ചിട്ടുള്ള അശുതോഷ് ദാസിന്റെ പേരാണ് കേരളം നിർദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രിയായും വകുപ്പ് തലത്തിലും ആലോചിച്ച് നൽകിയ ഈ പേര് കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. Tropic Weddings, the bridal legacy.